ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് പ്രിയമുള്ളവർക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മുടെ തൊടിയിൽ ഒരു വാഴ കൊലച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് വെച്ചുള്ള ഒന്ന് രണ്ട് വിഭവങ്ങളാണ് കാണിക്കുന്നത്. എല്ലാ പ്രാവശ്യവും വാഴ കൊലക്കുമ്പോൾ എനിക്ക് ടെൻഷൻ കൂടും. കാരണം അത് പകുതിയാവുമ്പോൾ ഒന്നുകിൽ താഴെ ചാടും. വാഴ പിടിച്ചു കെട്ടാനോ കുത്തു കൊടുക്കാനോ ഒന്നും എന്നെക്കൊണ്ട് കഴിയാറില്ല. എന്നാൽ എന്നത്തെയും പോലെയല്ല, ഈ പ്രാവശ്യം കൊല നന്നായി മൂക്കുവോളം വാഴയ്ക്ക് ഒരു കംപ്ലൈൻറ്റും ഉണ്ടായിട്ടില്ല. ചിലതൊക്കെ പഴുത്ത് തുടങ്ങി. വെട്ടി താഴെ ഇട്ടപ്പോഴേക്കും ഞാൻ അതിൻ്റെ കൂടെ നിലത്ത് വീണു. അത്രയും വെയിറ്റുള്ള ഒരു വാഴക്കൊലയായിരുന്നു കേട്ടോ. കുറേയൊക്കെ അണ്ണാൻ തിന്നിട്ടുണ്ട്, ബാക്കി പഴുത്തതും ഇതിലുണ്ട്. അങ്ങനെ ഇന്ന് നമ്മൾ വാഴക്കായ വെച്ചിട്ട് എന്തൊക്കെ ഉണ്ടാക്കാൻ പറ്റും എന്ന് വെച്ചാൽ അതൊക്കെ ഉണ്ടാക്കി നോക്കുന്നുണ്ട്. ആദ്യം ഞാൻ വാഴക്കായയുടെ തൊലി ഫുള്ള് കളഞ്ഞതിന് ശേഷം കറി വെക്കാനുള്ള രൂപത്തിൽ അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ. മൺചട്ടിയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ചെറിയ ഉള്ളിയും അതുപോലെ ഉണക്കമുളകും കടുകും ഒക്കെ ഇട്ടിട്ട് നമ്മൾ പൊട്ടിച്ചതിന് ശേഷം കഴുകി വെച്ച വാഴക്ക അതിലേക്ക് ഇടുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഉപ്പും കൂടെ ചേർത്ത് നന്നായി ഇളക്കി അതിലേക്ക് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് നന്നായി ഇതിൻ്റെ അടുപ്പ് അടച്ച് ഈ ഒരു പഴം നന്നായി വേവുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് തേങ്ങ അരക്കാനുള്ളതൊക്കെ റെഡിയാക്കാം കേട്ടോ. തേങ്ങ അരക്കുമ്പോൾ നമുക്കതിലേക്ക് ചെറിയ കുഞ്ഞുള്ളിയും വെളുത്തുള്ളിയും അതുപോലെ നല്ല ജീരകവും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ ഒരു അടുപ്പിൽ നമ്മൾ മുതിര വേവിച്ചതിലേക്ക് ഉള്ളിയും ഉണക്കമുളകും കടുകും വാട്ടിയെടുക്കുകയാണ്. ഇത് നന്നായി മൊരിഞ്ഞതിന് ശേഷം നമുക്കിതിലേക്ക് മുതിര വേവിച്ചത് ഒഴിച്ചു കൊടുക്കാം. പയറുവർഗ്ഗങ്ങൾ ഇവിടെ നല്ല ഇഷ്ടമാണ് കേട്ടോ മക്കൾക്ക്. അതുപോലെ മുതിര ഇഷ്ടമാണ്. അപ്പം മുതിര വേവിച്ച് ഉപ്പ് ചേർത്ത് വേവിച്ചതിന് ശേഷം നമ്മൾ ഇതുപോലെ ഉള്ളിയും ചുവന്ന മുളകും കടുകും ഇട്ടിട്ട് നന്നായി താളിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ചെറിയ വെള്ളത്തിൽ ഇതുപോലെ ഒന്ന് വെച്ച് ആ വെള്ളം വറ്റുന്നത് വരെ നമുക്കൊന്ന് ആവി കയറ്റിയെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ വാഴക്ക റെഡി ആയിട്ടുണ്ട്. നല്ല പോലെ വെന്ത് ഇതിങ്ങനെ ടൈറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കണം. തേങ്ങ അരച്ചത് ചേർത്ത് നന്നായി ഒന്ന് മിക്സാക്കി പഴമായതുകൊണ്ട് തന്നെ ഇത് വേവുമ്പോൾ നന്നായി കുറുകി വരും. അപ്പോൾ നമ്മൾ ആ തേങ്ങ ഒഴിച്ച് കഴിഞ്ഞാൽ നല്ല കുറുക്കായിട്ടുള്ള കറിയായിരിക്കും. ഇനി നമുക്ക് നല്ല ഉപ്പും എരിവൊക്കെ ഉണ്ടോ എന്നൊന്ന് പരീക്ഷിച്ച് നോക്കാം കേട്ടോ. ഉപ്പ് നന്നായി കുറവുള്ളത് കൊണ്ട് തന്നെ ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ചോറും കറിയൊക്കെ റെഡിയാക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ കുട്ടൂസിനും പാർട്ടിക്കും നമ്മൾ ഫിഷ് പുഴുങ്ങിയെടുക്കുന്നുണ്ട് കേട്ടോ. മറ്റേ അടുപ്പിൽ നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടാണ് അവർക്ക് ഫിഷ് പുഴുങ്ങിയെടുക്കുന്നത്. ഇനി അടുത്തതായിട്ട് പഴം കൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന വിഭവം പഴത്തിൻ്റെ അച്ചാറാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് പഴം കൊണ്ട് അച്ചാർ ഉണ്ടാക്കാൻ. ഏകദേശം ഇങ്ങനെ പഴുത്ത് വരുന്ന ആ ഒരു പഴം വെച്ചിട്ടാണ് ഞാൻ അച്ചാർ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കതിൻ്റെ തൊലി കറക്റ്റായിട്ട് ഫുള്ളായിട്ട് പോന്ന് കിട്ടും. ഇതുപോലെ ഫുള്ള് തൊലി കളഞ്ഞതിന് ശേഷം നമുക്ക് നാലായിട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് പറ്റുന്ന രീതിയിലൊക്കെ കട്ട് ചെയ്ത് കൊടുക്കാം. പല ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ സാധാരണ നമ്മൾ പഴം കട്ട് ചെയ്യുന്ന പോലെ നാലായിട്ടാണ് കട്ട് ചെയ്യുന്നത്. കുഞ്ഞു കുഞ്ഞായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. മറ്റുള്ള അച്ചാറുകളെ പോലെയല്ല, നമുക്ക് വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് നമുക്ക് ചോറ്റിലേക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന അച്ചാറാണ് പഴത്തിൻ്റെ അച്ചാർ.
ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഞാൻ അതിലേക്ക് കടുകും ഒരു പൊടി ഉലുവയും ഇട്ടിട്ട് മൂപ്പിക്കുന്നുണ്ട്. അതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പഴം അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പഴം ചേർത്ത് കൊടുത്ത് കൂടുതൽ വേവാനൊന്നും പഴം ഇല്ലാത്തത് കൊണ്ട് തന്നെ അതിന് മുകളിൽ നമ്മൾ കുറച്ച് അച്ചാർ പൊടി വിതറി കൊടുക്കുന്നുണ്ട്. ഇനി അച്ചാർ പൊടിയും പഴം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. അതിന് ഇടയിൽ നമുക്ക് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഉലുവപ്പൊടി, കായപ്പൊടി ഒക്കെ ലേശം കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ കട്ട് ചെയ്താണ് ഞാൻ ചേർത്തിട്ടുള്ളത് കേട്ടോ. അതിലേക്ക് ഒരല്പം വിനാഗിരി ഒഴിച്ച് കൊടുക്കാം. ഇനി പുളിവെള്ളം ചേർക്കണം എന്നുള്ളവർക്ക് പുളിവെള്ളവും അങ്ങനെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ വിനാഗിരി ചേർക്കേണ്ട ആവശ്യം വരുന്നില്ല. വളരെ പെട്ടെന്ന് തയ്യാറാക്കുന്ന ഒരു അച്ചാറാണിത് കേട്ടോ. ഇതിലേക്ക് ഒരല്പം മുളക് പൊടി ഞാൻ കളറിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അടച്ച് വെച്ച് ആവി ഒന്ന് കയറിയാൽ തന്നെ ഇത് നന്നായി ഒന്ന് മിക്സാവും. നല്ല രീതിയിൽ ആ ഒരു പഴത്തിൻ്റെ കുറുകൽ വരുമ്പോൾ അച്ചാറിനൊരു പ്രത്യേക ടേസ്റ്റും പ്രത്യേക ഒരു രീതിയൊക്കെയാണ് പഴത്തിൻ്റെ അച്ചാർ. നമ്മൾ ഈന്തപ്പഴമൊക്കെ അച്ചാറിടുന്ന പോലെയാണ്. ഞാൻ അതിലേക്കൊരല്പം വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്ത് ഒന്ന് മിക്സ് ആക്കുന്നുണ്ട്. ഇത് നമ്മൾ ഉണ്ടാക്കി പെട്ടെന്ന് കഴിക്കുന്ന അച്ചാറായതുകൊണ്ടാണ് വെള്ളം ചേർക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഇതിലേക്ക് വെള്ളം ചേർക്കാൻ പാടുള്ളതല്ല. ഇനി നമ്മുടെ പഴത്തിൻ്റെ എരിവും പുളിയും ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാര വിതറി കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ അച്ചാറും റെഡി ആയിട്ടുണ്ട്. പഴം കൊണ്ടുള്ള നിങ്ങളൊക്കെ പഴം ഇതുപോലെ വീട്ടിൽ പഴുക്കുന്ന സമയത്ത് ഈ ഒരു അച്ചാർ ഉണ്ടാക്കി നോക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ്. അങ്ങനെ നമ്മൾ കുക്കിങ്ങിനിടയിൽ നമ്മൾ കാല് വൃത്തിയാക്കാനുള്ള കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരല്പം ബേക്കിംഗ് സോഡ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനിടയിൽ ഫിഷ് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് മറിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ ഒരു ഗാർഡൻ്റെ ജോലിയും ഒക്കെ ആകുമ്പോൾ എപ്പോഴും കാലിലൊക്കെ മണ്ണ് കയറും. ആ കയറുന്ന സമയത്ത് ഞാൻ ഇതുപോലെ കുളിക്കാൻ പോകുന്നതിന് തൊട്ട് മുമ്പ് 1 മണിക്കൂർ നമ്മുടെ കൈയും കാലും ഒക്കെ ഒന്ന് വെള്ളത്തിൽ വെച്ച് നന്നാക്കി എടുക്കാറുണ്ട്. ഏകദേശം തിരക്കുകളും പണികളൊക്കെ കഴിഞ്ഞു. ചുടുവെള്ളം നമ്മൾ ഈ ഒരു വട്ടപാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരല്പം ലിക്വിഡും വാഷ് ലിക്വിഡും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ചെറുനാരങ്ങ നീരും ചേർത്ത് കാല് ഇതുപോലെ വെക്കുകയാണ് കേട്ടോ. അരമണിക്കൂർ നമ്മൾ ഈ ഒരു വെള്ളത്തിൽ കാല് മുക്കി വെക്കുക. അതിന് ശേഷം നമുക്ക് നന്നായി കഴുകി കൊടുക്കാം. അങ്ങനെ കാല് നന്നാക്കലും മുടി നന്നാക്കലും ഒക്കെ കഴിഞ്ഞു. സമയം ഏറെ വൈകിയിട്ടുണ്ട്. ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് ടൈമായി. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇന്ന് താഴെ ഇരുന്നിട്ടാണ് കേട്ടോ ഫുഡ് കഴിക്കുന്നത്. അങ്ങനെ നമ്മുടെ പഴത്തിൻ്റെ അച്ചാറാണിത്. പിന്നെ താളിച്ചെടുത്ത മുതിരയും പിന്നെ ഉള്ളത് നമ്മുടെ സ്പെഷ്യൽ പഴത്തിൻ്റെ കറിയുണ്ട്. തേങ്ങ അരച്ച കറിയാണ്. പിന്നെ ഫിഷ് പൊരിച്ചതുണ്ട്. ഇനി നമ്മൾ ഫുഡൊക്കെ കഴിച്ച് സ്വസ്ഥമായിട്ട് റെസ്റ്റ് ചെയ്യാൻ പോവും. എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ. എല്ലാ പ്രിയമുള്ളവർക്കും നന്ദി, നമസ്കാരം.